പ്രിയ ശ്രോതാക്കൾ, കർത്താവിന്റെ നിസ്തുല നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവുന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമ്പോൾ ഞങ്ങളെ അറിയിപ്പാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മുടെ ചിന്തയ്ക്കായി വീണ്ടും മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു അവനോട്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യഥാർത്ഥ ദൈവസഭയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദപുസ്തകത്തിലെ വചനസത്യങ്ങൾ ജീവിതഗന്ധിയായതുണ്ട്, ഉപദേശ സംബന്ധമായതുണ്ട്. അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്ന വചനങ്ങളുണ്ട്. വിടുതലിനെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ നൽകുന്ന സന്ദേശങ്ങളുണ്ട്. പലപ്പോഴും അത് കേൾക്കാനാണ് നമുക്കിഷ്ടം. അത് നമുക്ക് ജീവിതയാത്രയിൽ അനുഗ്രഹമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നിത്യതയെ സംബന്ധിക്കുന്ന അനേക ഉപദേശ സത്യങ്ങളും ബൈബിളിലുണ്ട്. ഒരു ട്രെയിൻ ഓടണമെങ്കിൽ 2 പാളങ്ങൾ വേണം. ഇതുപോലെ ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും, ജീവിത സംബന്ധമായ വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഉപദേശ സംബന്ധമായ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അത് കേൾക്കാനും പഠിക്കാനും ആളുകൾക്ക് ഇഷ്ടമില്ല. പക്ഷേ നമ്മൾ ഓർത്തോണം, ജീവിത സംബന്ധമായതെല്ലാം ഇവിടെ കൊണ്ട് തീരുന്നതാണ്. പക്ഷെ ഉപദേശ സംബന്ധമായത് നിത്യതയിലേക്ക് തുടരുന്നതും നമ്മളെ നിത്യതയിലെത്തിക്കുന്നതുമായ വചനസത്യങ്ങളാണ്. അതുകൊണ്ട് അതറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ജീവിത സംബന്ധമായ അനുഗ്രഹത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും അനുഗീതമായ കുടുംബജീവിതത്തെക്കുറിച്ചും മക്കളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ഈ പ്രഭാഷണ പരമ്പരയിൽ പഠിക്കുന്നതോടൊപ്പം ആരാധനയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മരണാനന്തജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യാഖ്യാന പിശകുകൾ വരുത്തുന്ന ഒരു വേദഭാഗമാണിത്. മൂലക്കല്ല്, സഭയുടെ മൂലക്കല്ല് പത്രോസാണോ ക്രിസ്തുവാണോ? പത്രോസിന്മേലാണോ സഭ പണിയപ്പെടുന്നത്? യേശു ക്രിസ്തുവിന്മേലാണോ? ചില ആളുകൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ വേദഭാഗം വെച്ച് പത്രോസാണ് സഭയുടെ മൂലക്കല്ലെന്നും, അതിൻ്റെ 19-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് യേശു പറഞ്ഞതിനാൽ മൂലക്കല്ല് പത്രോസാണെന്നും സ്വർഗരാജ്യത്തിൽ വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം പത്രോസിനാണെന്നും ചിലർ പഠിപ്പിക്കുന്നു. ചിലർ പത്രോസ് 1-ാമത്തെ പോപ്പാണ് എന്ന് വിശ്വസിക്കുന്നു. വേദപുസ്തകം എന്താണ് പറയുന്നത്? പത്രോസാണോ മൂലക്കല്ല്? യേശു ക്രിസ്തുവാണോ? സഭയുടെ മൂലക്കല്ലാരാണ്? പത്രോസ് തന്നെ പറയുന്ന സാക്ഷ്യം നമുക്ക് നോക്കാം. പത്രോസിൻ്റെ സ്വന്തം നാവിനാലും സ്വന്തം കൈയാൽ എഴുതപ്പെട്ട ലേഖനം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അടുത്ത ശ്രദ്ധിക്കുക: അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പത്രോസ് അല്ല മൂലക്കല്ല്, യേശുക്രിസ്തുവാണ് മൂലക്കല്ല്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. 7-ാം വാക്യം:
വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും ആയിത്തീർന്നു. ആരാണ് വീട് പണിതവർ? ഏതാണ് തള്ളിക്കളഞ്ഞ മൂലക്കല്ല്? യഹൂദ മത നേതാക്കന്മാർ തള്ളിക്കളഞ്ഞ കല്ലാണ് നസ്രയനായ യേശു. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായി അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ പുച്ഛിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് യഹൂദജനം യാത്രയാക്കി, അവനെ ക്രൂശിച്ചു. ആ യഹൂദജനം തള്ളിക്കളഞ്ഞ കല്ലായ നസ്രയനായ യേശു ദൈവസഭയുടെ മൂലക്കല്ലായി മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയം വരും, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ ശരി ഭാഷാന്തരം ഇങ്ങനെയാണ്: Thou art a Petros. അതിൻ്റെ അർത്ഥം you are the piece of rock. Upon this Petra, upon this rock I will build my church. അതായത് എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പത്രോസ്, നീ പാറ കഷ്ണമാകുന്നു. യേശു തന്നിലേക്ക് ചൂണ്ടി പറഞ്ഞു, യുഗങ്ങളുടെ പാറയാകുന്ന എന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് അല്ല പാറ, പാറ നസ്രയനായ യേശുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനങ്ങൾ പറയുന്നത് യുഗങ്ങളുടെ പാറ എന്നാണ്, പിളർക്കപ്പെട്ട പാറ എന്നാണ്, അടിക്കപ്പെട്ട പാറ എന്നാണ്. അപ്പോൾ പത്രോസ് തന്നെ പറയുന്നു യേശുക്രിസ്തുവാണ് മൂലക്കല്ല്. വിശുദ്ധ പൗലോസ് പറഞ്ഞ് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിയുന്നു. അസന്നിഗ്ധമായ ഭാഷയിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവസഭയുടെ മൂലക്കല്ല് പത്രോസ് അല്ല, മറ്റാരുമല്ല, യേശു കർത്താവാണ്. ഇതേ പൗലോസ് അടുത്ത വാക്യത്തിൽ മറ്റൊരു വാക്യത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 10 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ തെറ്റിൽ അകപ്പെടുകയും തെറ്റ് വിശ്വസിക്കുകയും തെറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യരുത്. പത്രോസ് അല്ല സഭയുടെ മൂലക്കല്ല്. സഭയുടെ മൂലക്കല്ല് നാസ്രയനായ യേശുക്രിസ്തുവാണ്. പത്രോസ് തന്നെ പറയുന്നു, പൗലോസ് പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യവുമായി തീർന്ന മൂലക്കല്ല് അത് നാസ്രയനായ യേശുവാണ്. അവന്മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സഭ പണിയപ്പെടുന്നത് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേലല്ല. അനാദ്യനായ നസ്രയനായ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അതിന്മേൽ പണിയപ്പെടുന്നതാണ് ദൈവസഭ. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, അവ നമുക്ക് പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ വിശുദ്ധ പത്രോസിന് ബൈബിളിൽ പ്രാധാന്യത അധികം നൽകുന്നതായി കാണുന്നില്ല. ദൈവം തിരഞ്ഞെടുത്തു. പത്രോസ്, ശിമോൻ എന്നായിരുന്നു പത്രോസിൻ്റെ ആദ്യ പേര്. ശിമോൻ എന്നത് ഞാങ്ങണ എന്നാണ് എൻ്റെ അർത്ഥം. കാറ്റിനാൽ ഉലയുന്ന ഓട, റീഡ് എന്ന പദമാണ്. അങ്ങനെ ശിമോനെ ദൈവം പത്രോസാക്കി, പാറ കഷ്ണമാക്കി. ആടി ഉലയുന്നവനെ ഉറപ്പുള്ള പാറ കഷ്ണമാക്കി ദൈവം മാറ്റി. ദൈവം ഒരുവിൽ വരുത്തുന്ന രൂപാന്തരമാണ്. പേടിത്തണ്ടനായ പത്രോസ് ധൈര്യശാലിയായി മാറുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആദ്യ ദിവസം, സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം, ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് ദൈവവചനം പ്രസംഗിക്കുന്നു എന്ന വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു 3000-ഓളം അവർ സഭയോട് ചേരുന്നു. വചനമാകുന്ന താക്കോൽ അത് അക്ഷരീയമല്ല, ആത്മീയമാണ്. സ്വർഗരാജ്യത്തെ താക്കോൽ എന്ന് പറഞ്ഞാൽ വചനത്താൽ സ്വർഗവാതിൽ തുറക്കുവാൻ ദൈവം തൻ്റെ അഭിഷക്തന്മാർക്ക് അധികാരം നൽകുന്നു. അത് പത്രോസിന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും നൽകുന്നു. തുറന്നുള്ള വാക്യങ്ങളിൽ നമ്മളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം മർക്കോസ് സുവിശേഷം 14:17 നമ്മുടെ കർത്താവ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാൻ പറയുന്നു. അതോട് ചേർന്ന് വന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പോൾ
അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ പ്രവർത്തിപ്പാൻ ദൈവം അടയാളം നൽകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:19 പത്രോസിന് മാത്രമല്ല എല്ലാ ശിഷ്യന്മാർക്കും ദൈവം അധികാരം നൽകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ലെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അവിടെ സുവിശേഷത്തിൻ്റെ താക്കോൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സുവിശേഷമാകുന്ന താക്കോലിനാലാണ്. അതാണ് ദൈവം പത്രോസിനെ ഏൽപ്പിക്കുന്നത്. വേദപുസ്തകം പഠിച്ചാൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല, ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചതില്ല. അടുത്തത്, നേരെ മറിച്ച് പരിച്ഛേദന അപ്പോസ്തലത്തിനായി പത്രോസിനോട് വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് വ്യാപരിച്ചതുകൊണ്ട് പത്രോസിനെ പരിച്ഛേദനക്കാരുടെയിൽ സുവിശേഷഘോഷം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെയിലും സുവിശേഷഘോഷം പരമേൽപ്പിച്ചെന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട്, അടുത്ത പദം ശ്രദ്ധിക്കുക, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. അപ്പോൾ അവിടെ പത്രോസ് ഒരു പ്രത്യേകത കാണുന്നില്ല. കേഫാവ് എന്ന പത്രോസിന് മറ്റൊരു പേരാണ്. യോഹന്നാൻ, യാക്കോബ്, പത്രോസ് അവർ ഈക്വൽ, തുല്യരാണ്. അത് മാത്രമല്ല 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. വിശുദ്ധ പൗലോസ് പത്രോസിനോട് അവൻ കുറ്റം കണ്ടതുകൊണ്ട് എതിർത്തുന്നതായി കാണുന്നു. അപ്പോൾ അപ്രമാദിത്വമില്ല ഒരാൾക്ക്, അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാൽ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടുവന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവിടെ അടുക്കൽ അയച്ചു. ഇവിടെ പത്രോസ് പ്രത്യേക അധികാരമുള്ള ആളായിരുന്നെങ്കിൽ പത്രോസ് അയച്ചെന്ന് പറഞ്ഞേനെ. അയക്കുന്ന ആൾ അയക്കപ്പെടുന്ന ആളിനേക്കാൾ എന്തായാലും വലിയ ആളാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അവിടെ വലിപ്പം ചെറുപ്പമില്ല. ഇവിടെ പത്രോസ് അയച്ചെന്നല്ല, പത്രോസിനെ അയച്ചു. അപ്പം അയക്കപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെടുക എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പ്രിയ സ്നേഹിതരെ, പത്രോസ് അല്ല ദൈവസഭയുടെ മൂലക്കല്ല്, യേശു ക്രിസ്തുവാണ്. പത്രോസ് തന്നെ പറയുന്ന വേദഭാഗം നമ്മുടെ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അതായത് മറ്റു മൂപ്പന്മാരോട്, മറ്റ് സഭാ നടത്തിപ്പുകാരോട് പത്രോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കാൾ ഉയർന്നയാളെന്നല്ല, അധികാരി എന്നല്ല, മേലധികാരി എന്നല്ല, കൂട്ടുമൂപ്പനാണ്, സഹഭടനാണ്, സഹഭൃത്യനാണ്. അടുത്തത്, നിങ്ങളുടെ വിചാരണമുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മോഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് ദർശിവീൻ. അടുത്ത പദം, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇടയ ശ്രേഷ്ഠൻ പത്രോസ് അല്ല, ഇടയ ശ്രേഷ്ഠൻ നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എപ്പോഴും വിടുതലും സൗഖ്യവും മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പറയുന്നത്, വചന സത്യം നിങ്ങൾ അറിയണം. നിത്യത മുഴുവൻ ദൈവത്തോടൊപ്പം നമ്മൾ കഴിയേണ്ടവരാണ്. വഞ്ചിക്കപ്പെടരുത്. വേദപുസ്തകം കൂടെ കൂടെ പറയുന്നൊരു പദമാണ് വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടരുത്, കബളിപ്പിക്കപ്പെടരുത്, അറിഞ്ഞത് സത്യമാണെന്നറിയി പോകരുത്, പിടിച്ചത് സത്യമാക്കാൻ ശ്രമിക്കല്ലേ. വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസ് പറയുന്നു, ഞാൻ കൂട്ടുമൂപ്പൻ മാത്രമാണ്, ഞാൻ മറ്റൊരു ഇടയനെ പോലെ ഇടയൻ മാത്രമാണ്. ഇടയ ശ്രേഷ്ഠൻ നസ്രയനായ യേശുവാണ്. അവൻ പ്രത്യക്ഷപ്പെടും. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 പത്രോസ് 2:9 വീണ്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 2:9 പത്രോസ് പറയുന്നത് എന്താണ്? 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം. മുമ്പേ ജനമല്ലാത്തപ്പോൾ ജനം. അപ്പോൾ ദൈവസഭ മുഴുവൻ പുരോഹിതന്മാരാണ്. എല്ലാവരും പുരോഹിതന്മാരാണ്, മറ്റെല്ലാവരും കല്ലുകളാണ്. യേശുവാണ് മൂലക്കല്ല്. ഞാനിത് പറയുവാൻ കാരണം, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സഭയിൽ ആരും പ്രാധാന്യമുള്ള വ്യക്തികളില്ല. ദൈവസഭയിൽ പ്രാധാന്യത നാസ്രയനായ യേശു ക്രിസ്തുവിനാണ്. കാരണം അവനാണ് ദൈവസഭയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി നൽകിയവൻ. അവനാണ് ദൈവസഭയെ സ്നേഹിച്ചവൻ. നസ്രയനായ യേശുവാണ് ദൈവസഭയെ സ്നേഹിച്ച് സ്വർഗമഹിമകൾ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ. ദൈവസഭയ്ക്കായി പ്രാണൻ നൽകിയവൻ, ചങ്കിലെ ചോര ഊറ്റി നൽകിയവൻ, സ്തോത്രം, കഷ്ടം സഹിച്ചവൻ,
കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയും പങ്കപ്പാടുകൾ സഹിച്ചത് നസ്രയനായ യേശുവാണ് ദൈവസഭയ്ക്ക് വേണ്ടി. ആദാമിനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് അവരുടെ വാരിയലിൽ ഒന്നെടുത്ത് ഹവ്വയെ ഉണ്ടാക്കി, ഒരു മണവാട്ടിയെ ഉണ്ടാക്കി ദൈവം കൊടുത്തു. ഒരു ഗാഢനിദ്രയിൽ വെച്ചാണ് ഹവ്വ ആദാമിന് ലഭിക്കുന്നത്. സ്തോത്രം. കാൽവറിയിലെ ഗാഢനിദ്രയിൽ നിന്ന്, കാൽവറിയിലെ മരണത്തിൽ നിന്നാണ് ദൈവസഭയാകുന്ന മണവാട്ടി നസ്രയനായ യേശു ക്രിസ്തുവിന് ലഭിക്കുന്നത്. ഈ പ്രഭാഷണ ഉദ്ദേശം ഹൈറാർക്കി, ദൈവസഭയിൽ ആധിപത്യം, അധികാരം മറ്റാർക്കും യേശു പങ്കുവച്ചിട്ടില്ല. ദൈവസഭയുടെ സുപ്രീം അതോറിറ്റി, അധികാരസ്ഥൻ നസ്രയനായ യേശുവാണ്. ദൈവസഭയും യേശുക്രിസ്തുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന അനേക വാക്കുകൾ, പദങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവയെല്ലാം യേശുക്രിസ്തുവും ദൈവസഭയുമായുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നതാണ്. ഒന്ന്, ഇടയനും ആടുകളും. യോഹന്നാൻ സുവിശേഷം 10:1 ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയെന്നെ അനുഗമിക്കുന്നു. ആടുകളും ഇടയനും ആയി ദൈവസഭയെ സാദൃശ്യീകരിക്കുന്നു. 2, യോഹന്നാൻ 15:1 തോട്ടക്കാരനും മുന്തിരിവള്ളിയും മായി ദൈവസഭയെ ഉപമിക്കുന്നു. പിതാവാം ദൈവം നസ്രയനായ യേശു ക്രിസ്തു ദൈവസഭ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. ദൈവസഭ മുന്തിരിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറയുകയുണ്ടായല്ലോ, തോട്ടവും വനവും തമ്മിൽ വ്യത്യാസമുണ്ട് സ്നേഹിതരെ. വനത്തിൽ എല്ലാം ഒന്നിച്ചു വളരുന്നു, എന്നാൽ തോട്ടത്തിൽ നട്ടത് മാത്രമേ വളരൂ. വനത്തിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട്, എന്നാൽ തോട്ടത്തിൽ പ്രത്യേകം പറിച്ച് നടപ്പെട്ടതിനെ സ്ഥാനമുള്ളൂ. തോട്ടത്തിന് വേലിയുണ്ട്, വനത്തിന് വേലിയില്ല. തോട്ടത്തിന് പ്രത്യേക സംരക്ഷണമുണ്ട്, വനത്തിന് സംരക്ഷണമില്ല. തോട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെട്ടി മാറ്റപ്പെടുന്നു, കത്തിരിച്ചു കളയേണ്ടത് കത്തിരിച്ചു കളയുന്നു, ഫലം തിരയുന്നു, വളമിട്ട് കൊടുക്കുന്നു, ഫലം ശേഖരിക്കുന്നു, ഇല മുറിച്ച് കളയുന്നു. വനത്തിൽ എല്ലാം ഇടത്തൂർന്ന് വളരുന്നു. അതിന് ഇന്ന വൃക്ഷങ്ങളൊന്നുമില്ല, എല്ലാ വൃക്ഷങ്ങളും ഒന്നിച്ച് വളരുന്നു. കള്ളിമുള്ളിച്ചെടിയും കാട്ടുവർഗ്ഗങ്ങളും വിഷാംശമുള്ളതും പിടിമുറ്റാത്തതും ആകാശം മുട്ട വളരുന്നതും എല്ലാം വളരുന്നു. വനം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെയാണ് തോട്ടം. ദൈവത്തിൻ്റെ സഭ വനമല്ല. വനത്തിലെല്ലാം വളരും, എല്ലാ വിഷക്കാകളും കാണും, എല്ലാ മുള്ളിച്ചെടികളും കാണും. ഇടതൂർന്ന് വളരുകയാണ്, പിടിമുറ്റാതെ വളരുകയാണ്. പക്ഷേ തോട്ടത്തിലേക്ക് നോക്കൂ, ക്രമീകൃതമായി ചെത്തി വെടിപ്പാക്കി വൃത്തിയോട് ഒരേ ലെവലിൽ വളരുന്നതാണ് തോട്ടം. അതേത് തോട്ടമായാലും. ഇവിടെ ദൈവസഭയെ മുന്തിരി തോട്ടം ആയിട്ടാണ്. ഞാൻ എൻ്റെ പ്രിയതമനൻ്റെ പ്രിയൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചൊരു പാട്ട് പാടും. ഏറ്റവും ഫലവത്തായ കുന്നിൽ, ശയാ 5:1 അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സഭ തോട്ടമാണ്. എല്ലാ വകയും ചേർന്നല്ല. ചില ആളുകൾ വിധിക്കുന്നത് എല്ലാം കൂടെ ചേർന്നാണ് ദൈവസഭ എന്നാണ്. ദൈവത്തിൻ്റെ സഭ വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ്. ദൈവത്തിൻ്റെ സഭ വെടിപ്പാക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവിടെയാണ് വേർപാട്, സെപ്പറേഷൻ വരുന്നത്. മദ്യപാനും തല്ലുകാരനും അടിപിടിക്കാരനും കുലപാതകനും മോഷ്ടാവും അമിതകൃത്രിപ്പുകാരനും ദുർവിഷ്ടാവും എല്ലാം കൂടെ ചേർന്നല്ല ദൈവത്തിൻ്റെ സഭ. അത് വേർതിരിക്കപ്പെട്ടവരുടെ സംഘമാണ്. സ്തോത്രം. എവിടെയാണ് വേർപാടിൻ്റെ ഉപദേശം വരുന്നത് പ്രിയപ്പെട്ടവരെ? അപ്പോൾ തോട്ടക്കാരൻ്റെ മുന്തിരിവള്ളിയും മൂലക്കല്ലും കെട്ടിടവും, 2:10 ശിരസ്സും ശരീരവും, 1:23 മഹാപുരോഹിതനും പുരോഹിതന്മാരും, എബ്രായർ 6:13 മുതലുള്ള വാക്യങ്ങൾ, മണവാളനും മണവാട്ടിയും, 2 കൊരിന്ത്യർ 11:2 ഭാര്യയും ഭർത്താവും,
എഫേസ്യർ 5:26 മുതലുള്ള വാക്യങ്ങൾ, കുഞ്ഞാടും കാന്തയും. വെളിപ്പാട് പുസ്തകം 19:7 മുതലുള്ള വാക്യങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. എഫേസ്യ ലേഖനം പറയുന്നു, ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സഭ ഭാര്യ ഭർത്തൃബന്ധമായി കാണുന്നു. കീഴടങ്ങൾ, ശിരസ്സും ശരീരവും. ശിരസ്സിൽ നിന്നാണ് ആലോചന വരേണ്ടത്, തീരുമാനം വരേണ്ടത്. ശിരസ്സിനെ അനുസരിക്കണം, തലയ്ക്ക് കീഴടങ്ങണം. ദൈവസഭ ക്രിസ്തുവിന് കീഴടങ്ങണം, അനുസരിക്കണം. പ്രിയ സ്നേഹിതരെ, ദൈവസഭയിൽ നടത്തേണ്ടത്, നടപ്പാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനമല്ല, ഒരു നേതാവിൻ്റെ തീരുമാനമല്ല, ഒരു പുരോഹിതൻ്റെ പാസ്റ്ററുടെ തീരുമാനമല്ല, ഒരു സുന്നകദോസിൻ്റെ തീരുമാനമല്ല. ദൈവത്തിൻ്റെ സഭയിൽ നടപ്പാകേണ്ടത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളാണ്. പാരമ്പര്യത്തിനല്ല പ്രാധാന്യം, ദൈവസഭയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുവായ് മൊഴികൾക്കാണ് പ്രാധാന്യം. എൻ്റെ വാക്കുകൾ നിർത്തേണ്ട സമയമായിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവസഭയ്ക്ക് ഒരു നായകനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് വചനപ്രകാരം ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു ഉടമസ്ഥനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു കാവൽ പിതാവേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു രക്ഷിതാവേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു പാപവിമോചകനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു മണവാളനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. പാപം മോചിക്കുവാൻ ദൈവസഭയിൽ ദൈവം ആർക്കും അധികാരം നൽകിയിട്ടില്ല. ദൈവസഭയിൽ മധ്യസ്ഥനാക്കി യേശു ആരെയും വെച്ചിട്ടില്ല. ഈ സത്യങ്ങൾ നിങ്ങൾ അറിയുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥനായി വിടില്ല. നീ കർത്താവിൻ്റേതാണെങ്കിൽ, യേശു നിൻ്റേതാണെങ്കിൽ, നീ ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ, ഭാവവാക്കാണെങ്കിൽ, അവൻ നിൻ്റെ ആത്മമണാളനാണെങ്കിൽ, അവനുള്ളതെല്ലാം നിൻ്റേതാണ്. ഞാൻ സാധാരണ ദൈവവചന പ്രസംഗത്തിൽ പറയാറുണ്ട്, ഒരു സ്ത്രീ ഒരു പുരുഷന് ഭാര്യയാകുന്നതോടുകൂടെ അവൻ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം അവൾ അവകാശിയായി മാറുകയാണ്. നീ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് ദൈവസഭയിലൂടെ എത്തുമ്പോൾ യേശു ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിൻ്റേതായി മാറുന്നു. ആർക്കും കവരുവാൻ കഴിയാത്ത സമാധാനം, ആർക്കും നൽകുവാൻ കഴിയാത്ത സമാധാനം, ആർക്കും കവിടുവാൻ കഴിയാത്ത സ്വസ്ഥത, ആർക്കും നൽകുവാൻ കഴിയാത്ത സ്വസ്ഥത, നിത്യസമാധാനം, ഇറ്റേണൽ പീസ്, ഇതെല്ലാം യേശുവിലുണ്ട്. യേശുവിൽ സൗഖ്യമുണ്ട്, യേശുവിൽ വിടുതലുണ്ട്, യേശുവിൽ സന്തോഷമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാം. യേശു കർത്താവ് ശിരസ്സും നിങ്ങൾ അവൻ്റെ ശരീരവുമാകുന്നതോടുകൂടി. സ്തോത്രം. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടേതായി മാറുന്നു. നിങ്ങൾക്ക് ആ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിപ്പാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസ് ആണ് മൂലക്കൽ എന്ന് പറയുന്നവർ ചിന്തിക്കണം. പത്രോസിനെ പാതാള ഗോപുരങ്ങൾ ജയിച്ചു. മത്തായി സുവിശേഷം 14:21 മുതൽ വായിച്ചാൽ, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുത്, നിനക്കങ്ങനെ സംഭവിക്കരുത്, ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അടുത്തത്, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്താമെന്ന് പറഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. യേശു കർത്താവ് പത്രോസിനെ ശാസിക്കുന്നു. കാരണം പിശാച് പത്രോസിന്മേൽ കടന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് യേശു പറഞ്ഞത് പത്രോസിനെ കുറിച്ചാണെങ്കിൽ, പത്രോസാണ് മൂലക്കല്ലെങ്കിൽ, ഇവിടെ പത്രോസിന്മേൽ സാത്താൻ കയറുന്നു. ആ സാത്താനെ ശാസിക്കുന്നു. അത് മാത്രമല്ല, ഒരു തൂപ്പുകാരുടെ മുമ്പിൽ വെച്ച് യേശുവിനെ പത്രോസ് തള്ളിപ്പറയുന്നു. 1 അല്ല 3 പ്രാവശ്യം പിശാച് പത്രോസിനെ ജയിച്ചു. പത്രോസ് അല്ല മൂലക്കല്ല്, മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു സാത്താനെ പരസ്യകോലമാക്കിയവനാണ്. സാത്താന്റെ തല കാൽവറിയിൽ തകർത്തവനാണ്. അവനെ തകർക്കുവാൻ, അവനെ ജയിക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയില്ല. ആ യേശു മുഖേന നിങ്ങൾക്കും ജയമുണ്ട്.
നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്തവനല്ല. നിങ്ങളുടെ നായകനായ, നടത്തിപ്പുകാരനായ, രക്ഷിതാവായ, മണവാളനായ ക്രിസ്തു, അവൻ നിങ്ങളെ സഹായിപ്പാൻ ശക്തനായവനാണ്. ദൈവസഭയുടെ നായകൻ, നടത്തിപ്പുകാരൻ, മൂലക്കല്ല് നസ്രയനായ യേശുവാണ്. അവനിൽ ആശ്രയിക്കുക, അവൻ നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങുന്നു. വചന സത്യങ്ങൾ അറിയുവാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളും കാതുകളും എല്ലാം തുറക്കട്ടെ. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗ പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയവർക്കായി സ്തോത്രം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന വചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, താൽക്കാലിക വിടുതലിനേക്കാൾ നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകണം. സത്യസഭ ഏതെന്നറിയുവാൻ, സത്യ ആരാധന എന്തെന്നറിയുവാൻ, യേശു കർത്താവ് ആരെന്നറിയുവാൻ, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, വിശുദ്ധ വചന വെളിപ്പാടിന് വേണ്ടി നിൽപ്പാൻ എൻ്റെ കേൾവിക്കാർക്ക് നീ കൃപ നൽകണം. ഇപ്പോൾ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരം അനുഭവിക്കുന്നവർ, സമാധാനമില്ലാത്തവർ, മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്നവർ, ഭവനത്തിൽ ഒരു സ്വസ്ഥതയുമില്ലാത്ത അനേകർ ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്നു. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിടുതലുകൾ, സൗഖ്യം, ശക്തി വെളിപ്പെടട്ടെ. സമാധാനം അനേക ഭവനങ്ങൾ ലഭിക്കട്ടെ. നിന്റെ കരവിലെ തൊടുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ മറക്കരുത്. ദൈവത്തിന്റെ കൃപ അതുവരെ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.